കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോച്ച്, എന്താണ് വിയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ, അതിലൂടെയുള്ള ഡിസ്ചാർജിൻ്റെ എക്സ്പ്രഷൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ, ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡിങ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ. അല്ല, രണ്ടിനും സെയിം ആണ് പറയുന്നത്. നോച്ച് ആയിക്കോട്ടെ വിയർ ആയിക്കോട്ടെ, ഡിസ്ചാർജ് എന്താണ്, രണ്ടിനും സെയിം ആണ്. എന്നുവെച്ചാൽ ആ ഇക്വേഷൻ സെയിം ആയിരിക്കും, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, സെയിം ആണ്. ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ ഈസ് സെയിം. വിയർ എന്തായിരുന്നു, കുറച്ചുകൂടി വലുതാണ്. എന്നുവെച്ചാൽ ഒരു റിവറിലോ അല്ലെങ്കിൽ ഒരു സ്ട്രീമിലോ ഒക്കെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വിയർ എന്ന് പറയുന്നത്. നോച്ച് ആകുമ്പോഴോ അതൊരു ലബോറട്ടറി സെറ്റപ്പാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ടാങ്കിനകത്തോ ചെറിയ ചാനൽസിനകത്തൊക്കെ കൊടുക്കുന്നതാണ് നോച്ച് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടിനകത്തും ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കൺസിഡർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ പ്രൊവൈഡഡ് ഇൻ എ ചാനൽ ക്യാരിയിങ് വാട്ടർ. വാട്ടറുള്ള ഒരു നോച്ച് അല്ലെങ്കിൽ വിയറിനെ കൺസിഡർ ചെയ്യാം. റെക്റ്റാങ്കുലർ ആണ് ഷേപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നോച്ചാണ്, ഇത് വിയറാണ്. ഒന്ന് ലാർജ് സ്ട്രക്ചറാണ്, ഒന്ന് എന്താണ് സ്മോളർ സൈസിലുള്ളതാണ്. ഇപ്പോൾ രണ്ടിനകത്ത് കൂടി, നോച്ചിനകത്ത് കൂടി ആണെങ്കിൽ വെള്ളം മുകളിലൂടെ, ഇതൊരു ടാങ്കാണ്. ഒരു ടാങ്കിൻ്റെ ഒരു സൈഡിൽ ഒരു മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു നോച്ചില്ലേ, ക്യാമറയുടെയൊക്കെ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നത്, അതേപോലെയുള്ളൊരു ചെറിയൊരു കട്ടിങ് ഉണ്ടാവും, അതിലൂടെ വെള്ളം വീഴുന്നുണ്ട്. വിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷനാണ് ഉണ്ടാവുക, ആ ഒബ്സ്ട്രക്ഷൻ്റെ മുകളിലൂടെ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നോച്ച് വിയർ എന്നുള്ളത്. ഈ നോച്ചിൻ്റെ ആയാലും വിയറിൻ്റെ ആയാലും മുകളിലെ ഹൈറ്റ്, അതിൻ്റെ മുകളിലുള്ള വാട്ടറിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തില്ല, ഇനിയിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എച്ച്. ക്ലിയർ ആണല്ലോ, ഈ ഹൈറ്റ് എച്ച് ആണ്, വാട്ടറിൻ്റെ ഹൈറ്റ്. ഓക്കെ, പിന്നെയുള്ള കാര്യം ഞാനിവിടെ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്. എച്ച് ഈക്വൽ ടു ഹെഡ് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ഇൻ വിയർ ഓർ നോച്ച്. നോച്ച് ആയിക്കോട്ടെ വിയർ ആയിക്കോട്ടെ, എച്ച് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടറാണ്. എന്നുവെച്ചാൽ ആ ക്രസ്റ്റിൻ്റെ മുകളിലുള്ള വാട്ടറിൻ്റെ അളവാണ് എച്ച് എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് നോച്ച് ഓർ വിയർ. ലെങ്ത് ഓഫ് നോച്ച് ഓർ വിയർ, അതായത് അതിൻ്റെ നീളം, എത്ര നീളത്തിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇതെന്താണ്, ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്, ലെങ്ത്താണ് നമ്മൾ എൽ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലേക്കുള്ള ലെങ്ത് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള പോർഷൻ, അതാണ് നമ്മൾ എല്ലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വാട്ടർ ഒഴുകുന്നതിനകത്ത് ഒരു ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. ആ സ്ട്രിപ്പിലുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. ഡി ക്യൂ എന്ന് പറഞ്ഞൊരു ചെറിയ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ചെറിയൊരു സ്ട്രിപ്പിലൂടെയുള്ള ഒരു സ്ട്രിപ്പ് ഓഫ് വാട്ടറിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് അത്രയും ഏരിയയിലൂടെ എത്ര വാട്ടർ പാസ് ചെയ്യുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യും, ലാസ്റ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യണേ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തേക്കണേ നോക്കാം. ഫോർ ഫൈൻഡിങ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ എ നോച്ച് ഓർ വിയർ, consider an elementary horizontal strip of water of thickness dh and length l at a depth h from the free surface of water. ഇത്രയാണ് പറയുന്നത്. ഒരു ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ഈ പാസ് ചെയ്യുന്ന വെള്ളത്തിനകത്ത് നിന്നും ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ആണ് ഡി എച്ച്. ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തില്ലേ, അതാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ് ഡി എച്ച് ആണ്. ആ ഡി എച്ച് എന്ന് പറയുന്ന തിക്നെസ് എടുത്തിരിക്കുന്നത് മുകളിൽ നിന്നും സ്മോൾ എച്ച് എന്ന് പറഞ്ഞ ഒരു ഡെപ്ത് മാറിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ സ്മോൾ സ്ട്രിപ്പിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഞാൻ ഇങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പോർഷൻ, ഇതിൻ്റെ മുകളിലൂടെയാണല്ലോ വെള്ളം വീഴുന്നത്, ആ പോർഷനാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, എല്ലാണ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഒരു ചെറിയ പോർഷനാണ് നമ്മളിവിടെ റീഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും പോർഷൻ. ഇനി ദ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ്, ഈ കുഞ്ഞ് സ്ട്രിപ്പിൻ്റെ ഏരിയ, ലെങ്ത് എത്രയാണ്, എല്ലാണ്. തിക്നെസ് എത്രയാണ്, ഡി എച്ച് ആണ്. സോ ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുമ്പം എൽ ഇൻറ്റു ഡി എച്ച്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അത്ര തന്നെ ഉള്ളൂ. ദെൻ തിയറട്ടിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ സ്ട്രിപ്പ്. ആക്ച്വൽ വെലോസിറ്റി എന്താണ്, തിയറട്ടിക്കൽ വെലോസിറ്റി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു തിയറട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ, √2gh. ഓക്കെ, എന്തായിരുന്നു തിയറട്ടിക്കൽ വെലോസിറ്റി, √2gh. ഓക്കെ, എച്ച് എന്താണ്, ആ
ഏത് പോയിൻ്റാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിൻറ്റിന് മുകളിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്, അതാണ് എന്ത് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ √2gh. ജി എന്താ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് തിയറട്ടിക്കലാണ്. ആക്ച്വൽ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ്. ഇത് ഞാൻ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് dq, സ്മോൾ dq ഈക്വൽ ടു സി ഡി എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് ഡിസ്ചാർജ്. അത് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആവും. തിയറട്ടിക്കൽ വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ ആക്ച്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു കോയിഫിഷ്യൻ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആ കോയിഫിഷ്യൻ്റാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ dq ഈക്വൽ ടു സി ഡി ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, ദെൻ dq ഈക്വൽ ടു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു dh ഇൻറ്റു √2gh. സി ഡി എന്തായിരുന്നു, കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, ഇത്രയും പോർഷൻ ഏരിയ ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി. ഇത്രയാണ് ആ സ്മോൾ സ്ട്രിപ്പിനകത്ത് കൂടിയുള്ള ഡിസ്ചാർജ്. ടോട്ടൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ സ്മോൾ dqനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏത് ലിമിറ്റിൻ്റെ ഇടയിലാണ്, 0 to h എന്ന് പറഞ്ഞ ലിമിറ്റിൻ്റെ ഇടയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് വെച്ചാൽ ഇത്രയും ലെങ്ത്തുള്ള ഒരു വിയറിനകത്ത് നിന്ന് ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോർഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് dh ആയിരുന്നു. അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഇൻറ്റു തിക്നെസ് കൊടുത്തപ്പം L ഇൻറ്റു dh കൊടുത്തു. അത്രയും ഏരിയ ആയി. അവിടത്തിലൂടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, √2gh ആയിരുന്നു. ആക്ച്വൽ ആക്കാൻ വേണ്ടിയിട്ട് സി ഡി കൊണ്ട് ഇൻറ്റു ചെയ്തു. അങ്ങനെയുള്ള ഇവിടുത്തെ dq കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂടി സ്ട്രിപ്പിനകത്ത് കൂടി ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആണ് എന്ത്, dq. ഓക്കെ, അപ്പോൾ ഈ ചുവന്ന ഭാഗത്ത് കൂടി മാത്രമായിട്ട് എന്ത്, ഈ റെഡ് പോർഷനിലൂടെ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, dq ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ പോർഷനിലൂടെ എത്ര ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏത് ലിമിറ്റ് മുതൽ ഏത് ലിമിറ്റ് വരെ എന്നുള്ളതാണ്. ടോട്ടൽ ഹൈറ്റ് എത്രയാണ്, h ആണല്ലേ, അതായത് 0 to h. കറക്റ്റ് ആണല്ലോ, ഈ ഹൈറ്റ് അല്ലേ h, 0 to h. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചെറിയ dqന് എന്ത് ചെയ്യണം, 0 to h എന്ന് പറഞ്ഞിട്ടുള്ള ആ ലിമിറ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻ്റഗ്രേഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണേ. ക്യാപിറ്റൽ Q, dqനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ക്യാപിറ്റൽ Q ആക്കിയിട്ട്. അതെന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രേറ്റ് 0 to h dq. ദെൻ ഇൻ്റഗ്രേറ്റ്, ദെൻ എന്ത് ചെയ്തു, dqൻ്റെ സ്ഥാനത്ത് ഇക്വേഷൻ കൊടുത്തു, സി ഡി ഇൻറ്റു എൽ ഇൻറ്റു dh ഇൻറ്റു √2gh. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് 0 to h സി ഡി ഇൻറ്റു എൽ ഇൻറ്റു dh ഇൻറ്റു √2g ഇൻറ്റു √h. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഈ റൂട്ടിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറ്, ഇപ്പോൾ √x ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, x⁻1/2 അല്ലേ, ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ. അതേപോലെ ഈ √hനെ ഞാനിവിടെ മാറ്റിയിട്ട് h⁻1/2 എന്നാക്കി മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ചെറിയ കോൺസ്റ്റൻസ് ഉണ്ട് അല്ലേ. ഇതിനകത്ത് കോൺസ്റ്റൻസ് ഉണ്ട്. സി ഡി കോൺസ്റ്റൻ്റ് ആണ്, എൽ കോൺസ്റ്റൻ്റ് ആണ്, √2g കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തെഴുതി. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് 0 to h h⁻1/2 ഇൻറ്റു dh അല്ലേ. ഓക്കെ, ദെൻ സി ഡി ഇൻറ്റു എൽ ഇൻറ്റു √2g. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. h⁻1/2 + 1/1/2 + 1 അങ്ങനെയാണല്ലോ വരിക. x⁻n ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക, x⁻n + 1 ഡിവൈഡഡ് ബൈ n + 1. ഇതാണല്ലോ x⁻n ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പം. അതേപോലെ h⁻1/2 ഇൻ്റഗ്രേറ്റ് ചെയ്തു, h⁻1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1. ദെൻ നമുക്ക് ഈസി ആയിട്ട് മാറ്റി എഴുതാമല്ലോ. 1/2 + 1 എന്ന് പറയുമ്പോൾ എന്താ വരിക, 3/2 അല്ലേ. സി ഡി ഇൻറ്റു എൽ ഇൻറ്റു √2g h⁻3/2 ഡിവൈഡഡ് ബൈ 3/2. ലിമിറ്റ് എത്രയാണ്, 0 to h വരെ. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റുകൾ അപ്ലൈ ചെയ്യാം. ആദ്യം
അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റുകൾ അതുപോലെ തന്നെ ഉണ്ട്. സി ഡി ഇൻറ്റു എൽ ഇൻറ്റു √2g. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പം എച്ച് ആണ്, ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ ഈ സ്മോൾ എച്ചിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എച്ച് കൊടുത്തു. h⁵3/2 മൈനസ് 0 ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ, -0. ഈ പോർഷൻ ക്യാൻസൽ ആയിപ്പോയി. ദെൻ സി ഡി ഇൻറ്റു എൽ ഇൻറ്റു √2g h⁵3/2 ഇനി ഈ ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ 3/2ന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 2/3 ആവും. 2/3 ഇൻറ്റു സി ഡി ഇൻറ്റു എൽ ഇൻറ്റു √2g h⁵3/2. അതായത് ഒരു റെക്റ്റാങ്കുലാർ നോച്ച് അല്ലെങ്കിൽ വിയർ, അതിനകത്തുള്ള ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2/3 സി ഡി എൽ ഇൻറ്റു √2g h⁵3/2 എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിതിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പോർഷൻ കൺസിഡർ ചെയ്യും. അതിലുള്ളാകുന്ന ഡിസ്ചാർജ് dq ആണ്. ആ dqനെ എന്ത് ചെയ്യാണ്? അതിൻ്റെ ലിമിറ്റുകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. dq എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് എങ്ങനെയാണ് കാണുന്നത്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അല്ലേ? ലെങ്ത് ഇൻറ്റു dh. അപ്പോൾ ഏരിയ കിട്ടി. പിന്നെ എന്തുണ്ടായിരുന്നു? തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്തുണ്ടായിരുന്നു? √2gh. അതിനെ ആക്ച്വൽ ആക്കാൻ വേണ്ടി സി ഡി കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? dq ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഡി ഇൻറ്റു എൽ ഇൻറ്റു dh ഇൻറ്റു √2gh. ദെൻ ആ ടേമിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഏത് ലിമിറ്റ് മുതൽ ഏത് ലിമിറ്റ് വരെ? 0 മുതൽ h വരെ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2/3 സി ഡി എൽ ഇൻറ്റു √2g h⁵3/2. ഓക്കെ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട് ഇതുപോലെ തന്നെ, ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ നോച്ച് ഓർ വിയർ. അപ്പോൾ ഇത് ചിലപ്പം നോച്ച് ആയിരിക്കാം ചോദിക്കുന്നത്, ചിലപ്പം വിയർ ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ രണ്ടായിരുന്നാലും സെയിം ആണ്, രണ്ടിനായാലും സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ ഇതൊരു 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ഒരുപാട് പ്രോബ്ലംസും തന്നെ ഇതോടൊപ്പം തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലാർ നോച്ച് അല്ലെങ്കിൽ വിയർ എന്നുള്ള പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അത് നമ്മളൊരു കുഞ്ഞ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും, അതിൻ്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നുവെച്ചാൽ ആക്ച്വൽ ഡിസ്ചാർജ് dq കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും ക്യാപിറ്റൽ Q കിട്ടാനായിട്ട്. ഓക്കെ. Thanks for watching.